ഹലോ ഗായ്സ്, ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ നോക്കിയിരുന്നത് സിയുടെ ടോക്കൺസിനകത്ത് കോൺസ്റ്റൻസ് വരെയായിരുന്നു നോക്കി നിർത്തിയിരുന്നത്. നമ്മൾ സി ടോക്കൺസിനകത്ത് കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ് വരെ നോക്കി. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻസ് എങ്ങനെയാണെന്ന് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞോളൂ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ കോൺസ്റ്റൻസിന്റെ ബാക്കി കാര്യങ്ങളിലോട്ട്, കോൺസ്റ്റൻസിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് കോൺസ്റ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ന്യൂമറിക് കോൺസ്റ്റൻസും ക്യാരക്ടർ കോൺസ്റ്റൻസും. ആ ന്യൂമറിക് കോൺസ്റ്റൻസിനകത്ത് ഇൻറ്റിജർ കോൺസ്റ്റൻസും ഉണ്ട്, റിയൽ കോൺസ്റ്റൻസും ഉണ്ട്. അതേപോലെ ക്യാരക്ടർ കോൺസ്റ്റൻസിനകത്ത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റും സ്ട്രിംഗ് കോൺസ്റ്റന്റും ഉണ്ട്. ഇപ്പൊ നമുക്ക് ന്യൂമറിക് കോൺസ്റ്റന്റിനകത്തുള്ള ഫസ്റ്റ് വൺ ആയ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആദ്യം നോക്കാം. ഇത് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ് പറയുക, നമ്മളിപ്പം ഒരു നമ്പറുകൾ, എന്തേലും നമ്പറുകളെ 1 2 3 4 അങ്ങനെ ഉള്ള ഏതെങ്കിലും നമ്പറുകൾ, അതിനെയാണ് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ്. അത് 3 ടൈപ്പുകളിലുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ ഡെസിമൽ കോൺസ്റ്റൻസ്. അതെന്ന് വെച്ചാൽ 0 to 9 വരെ ആയിരിക്കും ഡെസിമൽ കോൺസ്റ്റൻസ് വരുന്നത്. ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് അങ്ങനെയും പറയും. ഇത് പോസിറ്റീവും ആവാം നെഗറ്റീവും ആകാം. 0 to 9 വരെയുള്ള നമ്പറുകളും അതിനകത്ത് വരും. പിന്നെ അടുത്തെന്ന് പറയാൻ വരുന്നത് ഒക്ടൽ കോൺസ്റ്റൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ 0 to 7 ആണ് ഒക്ടൽ കോൺസ്റ്റന്റ് വരുന്നത്. ഫസ്റ്റ് നമ്പർ എപ്പോൾ 0 ആയിരിക്കും, ബാക്കി 7 വരെയുള്ള നമ്പർ, അപ്പൊ 8 നമ്പർ ടോട്ടൽ. അതിനാണ് ഒക്ടൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ വരുന്നതാണ് ഹെക്സാ ഡെസിമൽ കോൺസ്റ്റൻസ്. അത് 0 to 9 വരെയും ഉണ്ട്. പിന്നെ എ ടു എഫ് എന്ന് വെച്ചാൽ 0 to 9 സാധാ കൗണ്ട് ചെയ്യുന്നവരെ 0 തൊട്ട് 9 വരെ എണ്ണും. അത് കഴിഞ്ഞിട്ട് 10 എന്നുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന എ ആണ്. 10ന് പകരം എ, 11ന് പകരം ബി, 12ന് പകരം സി, 13ന് പകരം ഡി, 14ന് പകരം ഇ, 15ന് പകരം എഫ്. ഇത്രയാണ്, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ടോട്ടൽ 16 നമ്പർ, 0 ഉൾപ്പെടെ 16 നമ്പറുകളാണ് ഹെക്സാ ഡെസിമൽ കോൺസ്റ്റൻസിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ന്യൂമറിക് കോൺസ്റ്റൻസിലെ അടുത്ത ഇതാണ് റിയൽ കോൺസ്റ്റൻസ്. എന്താണ് റിയൽ കോൺസ്റ്റൻസ് എന്ന് നോക്കാം. നമ്പേഴ്സ് കണ്ടെയ്ൻ ഫ്രാക്ഷണൽ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രാക്ഷണൽ പാർട്സ് വരുന്നത്. അതെങ്ങനെയാണ് ഫ്രാക്ഷണൽ പാർട്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡെസിമൽ പാർട്സ് വരുന്നതിനെയാണ് റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ആൾസോ കാൾഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അതിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്നും വിളിക്കും റിയൽ കോൺസ്റ്റൻസിന്. അടുത്തത് ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണ്. ക്യാരക്ടർ കോൺസ്റ്റൻസ് നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റും അടുത്തത് സ്ട്രിംഗ് കോൺസ്റ്റന്റും. അത് ഈ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അത് ഒരു സിംഗിൾ കോഡ്സിനകത്ത് എൻക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പൊ എ എന്നൊരു എക്സാമ്പിൾ പറയുന്ന എക്സാമ്പിളുണ്ട്. എക്സാമ്പിൾ കണ്ടേ, ഈ എക്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ, അതിനകത്ത് എന്താണ്, എക്സ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ ഒരു സിംഗിൾ കോട്ടിനകത്താണ് കൊടുത്തേക്കുന്നത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ ഇതാ വൈ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയും ഇതേപോലെ ഒരു സിംഗിൾ കോട്ടിനകത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെയാണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് സ്ട്രിംഗ് കോൺസ്റ്റൻസ്. സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും. മറ്റേ നമ്മൾ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസിനകത്ത് ഒരു ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്ട്രിംഗ് കോൺസ്റ്റൻസിൽ വരുമ്പോൾ എന്താണ് അതിൽ വരുന്നത്, സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആണ്. അപ്പോൾ ഒരുപാട് ക്യാരക്ടർ ചേർന്നിട്ടുള്ള ഒരു സീക്വൻസ് ആണ് സിംഗിൾ അല്ല സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ് ആയിരിക്കും. നമ്മൾ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസിനകത്ത് സിംഗിൾ കോഡ്സ് ഉപയോഗിച്ചപ്പോൾ സ്ട്രിംഗ് കോൺസ്റ്റൻസിനകത്ത് ഡബിൾ കോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്പേഴ്സിനെ എഴുതാം, ലെറ്റേഴ്സിനെ എഴുതാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ എഴുതാം. നമുക്ക് 1 2 3 4 എന്നുള്ള നമ്പറിനെ വേണമെങ്കിൽ ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. അതേപോലെ ലെറ്റേഴ്സ്, ഇപ്പൊ എന്റെ പേര് തന്നെ സാഫർ എന്ന് വിചാരിച്ചു, ഞാനൊരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് സാഫർ എന്ന് എഴുതാം. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് അതിൽ എഴുതാം. ഇനി അടുത്ത വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്, എപ്പോഴും ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു നമുക്ക് ഉപയോഗം വരുന്ന ഒരു സാധനമാണ് ഓപ്പറേറ്റേഴ്സ്. സി ഒരുപാട് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ 8 ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇതാണ്ട് നമ്മളെ സാധാ മാത്സിൽ ചെയ്യുന്ന പോലെ പ്ലസ് അഡിഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ മൈനസ് സിമ്പൽ സബ്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഗുണനചിഹ്നം
മൾട്ടിപ്ലിക്കേഷന്റെ ആ ഗുണന ചിഹ്നത്തിന് പകരം ഇവിടെ സ്റ്റാർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഡിവിഷന് സ്ലാഷ് കൊടുത്തിരിക്കുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മോഡുലസ് എന്ന് പറയുന്നതാണ്. അതെന്താണ്, നമ്മളെ പെർസെൻറ്റേജിന്റെ ചിഹ്നമാണ് ആ മോഡുലസിന് ഉപയോഗിക്കുന്നത്. ആ മോഡുലസ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ, ആ പ്രോഗ്രാമിന്റെ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷന്റെ റിമൈൻഡർ ആ മോഡുലസ് ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്തു തരും. അതാണ് മോഡുലസ് ഓപ്പറേറ്ററും മറ്റേ നിന്നുള്ള വ്യത്യാസം. ദെൻ അടുത്തതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അതിനകത്ത് ലെസ് ദാൻ, ഫസ്റ്റ് കിടക്കുന്ന ലെസ് ദാൻ, പിന്നെ അതേപോലെ ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ടുവിന്റെ സിമ്പിൾ 2 പ്രാവശ്യം ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഈക്വൽ ടു എന്നുള്ളത് ഇതാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാ നമ്മളൊരു കണക്ക് എഴുതുകയാണെന്ന് വിചാരിച്ചു. നമ്മളൊരു കണക്കുണ്ട് 1 + 2 = 3. അതിന്റെ അർത്ഥം എന്താണ്? 1ഉം 2ഉം കൂടെ കൂട്ടുന്നത് 3ന് ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതുന്നു. പക്ഷെ പ്രോഗ്രാമിൽ എഴുതുകയാണെങ്കിൽ x + y നമ്മൾ എഴുതുന്നു വിചാരിച്ചു, ഈക്വൽ ടു 5 അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ x = 5 എന്ന് എഴുതിയാൽ നമ്മൾ 5 എന്ന വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. x = 5 എന്ന് എഴുതിയാലോ 5ഉം എക്സും ഈക്വൽ ആണോ എന്ന് നോക്കും. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് ഈസ് നോട്ട് ഈക്വൽ ടുവിന്റെ സിമ്പിള്. അത് നമ്മളെ എക്സ്ക്ലമേറ്ററി മാർക്കും ഈക്വൽ ടുവിന്റെ ഒരു സിമ്പിളും കൂടെ ചേർന്നതാണ് ഈസ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ. ഇത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അടുത്ത വരുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. രണ്ട് ആൻഡിന്റെ ചിഹ്നം ഇടുന്നത് അത് ലോജിക്കൽ ആൻഡ് ആണ്. പിന്നെ 2 സ്ലാഷ് ചിഹ്നം ഇടുന്നത് ലോജിക്കൽ ഓർ. പിന്നെ നമ്മളെ മറ്റേ എക്സ്ക്ലമേറ്ററി മാർക്ക് മാത്രം ഇടുന്നത് ലോജിക്കൽ നോട്ടുമാണ്. അതേപോലെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ് തന്നെയാണ്. യൂസ്ഡ് ടു അസൈൻ ദ റിസൾട്ട് ഓഫ് ആൻ എക്സ്പ്രഷൻ ടു എ വേരിയബിൾ. നമ്മൾ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇതാക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ ഇവിടെ തന്നെ കാണാം. ഇതിന്റെ എഴുതുന്നത് വേരിയബിൾ ഓപ്പറേറ്റർ = എക്സ്പ്രഷൻ. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. വേരിയബിൾ ഓപ്പറേറ്റർ = എക്സ്പ്രഷൻ. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ സിൻടാക്സ്. ഇനി അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. x + 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് x + 2 അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് x = x + 2 ആണ്. അതേപോലെ നമ്മളിപ്പം x = 5 എന്ന് എഴുതിയെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ എന്ത് വരും? x = x + 5. ആ ഒരു എക്സിന് പകരം x എന്ന് പറയുന്ന ആ വേരിയബിളിന്റെ ആവർത്തന വിരസത ഒഴിവാക്കിയേക്കുന്നു. അത്രേ ഉള്ളൂ അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ അതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് 2 പ്ലസിന്റെ സിമ്പലാണ് അതിന് ഉപയോഗിക്കുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ a++ എന്നിട്ടാൽ, അല്ലെങ്കിൽ ഒരു b++ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ അത് മീൻസ് a = a+1. സംഭവം അതാണ്. a++ മീൻസ് a = a+1. അതേപോലെ അപ്പം ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡിക്രിമെന്റ് ഓപ്പറേറ്റർ വരുന്നതെന്ന് വെച്ചാൽ 2 മൈനസ്, നമ്മൾ വിചാരിക്കുന്ന പോലെ 2 മൈനസ് ആണ് അതിലേക്ക് വരുന്നത്. അതിലേക്ക് a മൈനസ് മീൻസ് a = a-1. മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് കറക്റ്റ് അത് തന്നെയാണ്. ഈ ഓപ്പറേറ്ററിന്റെ കേസിലൊന്നും ഒരുപാട് അധികം പറയാനില്ല, നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോകുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത് ഇച്ചിരി മെനക്കേട് പിടിച്ചൊരു സാധനമാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കി ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ PPT ചെയ്തപ്പോഴും ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്തത്. ഇതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: എക്സ്പ്രഷൻ 1 ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 3. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ അതിന്റെ ആൻസർ എക്സ്പ്രഷൻ 2 ആയിരിക്കും. അത് ഫാൾസ് ആണെങ്കിൽ അതിന്റെ ആൻസർ എക്സ്പ്രഷൻ 3 ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഉപയോഗം. അതിനാണ് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പം a അസൈൻ 15, a എന്ന വേരിയബിളിലേക്ക് 15 എന്ന് പറയുന്ന വാല്യൂ വെച്ചു. അതേപോലെ b എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 20 എന്ന വാല്യൂയും കൂടെ വെച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്തേക്കുന്നത് x = a ഗ്രേറ്റർ ദാൻ b ആണോ എന്ന്. a ഗ്രേറ്റർ ദാൻ b ആണോ? അപ്പോൾ നോക്കുന്നത് എന്താണ്? 15 20നേക്കാൾ വലുതാണോ എന്ന് നോക്കും. 15 20നേക്കാൾ വലുതാണോ? അല്ലല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോൾ എയിലേക്ക് അവിടെ കൂട്ടത്തില്ല. അപ്പൊ ഈ എക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഏതായിരിക്കും? b ആയിരിക്കും. സിമ്പിൾ ആയിട്ട്
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സിലേക്ക് ആ ബി സ്റ്റോർ ആവും. അത്രയേ ഉള്ളൂ. അടുത്ത വരുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റേഴ്സ് ആണ്. ഡേറ്റയെ ബിറ്റ് ലെവലിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ആൻഡ് ഉപയോഗിക്കുന്നത് ബിറ്റ് വൈസ് ആൻഡിന്, ഓർ ഉപയോഗിക്കുന്നത് ബിറ്റ് വൈസ് ഓർ. പിന്നെ നമ്മൾ മാത്സിലല്ല നമ്മൾ ഈ ചിഹ്നം മുകളിലേക്കുള്ള ആരോ മാർക്കിന്റെ ചിഹ്നം അത് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓറിനെ സൂചിപ്പിക്കാൻ. അതേപോലെ തന്നെ റൈറ്റിലോട്ട് 2 ആരോ ഷിഫ്റ്റ് റൈറ്റും, ലെഫ്റ്റിലോട്ട് 2 ആരോ ഷിഫ്റ്റ് ലെഫ്റ്റുമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. അത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ആണ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കോമ ഓപ്പറേറ്റർ ആണ്. കോമ ഓപ്പറേറ്റർ അതെന്ത് കൂടുതൽ വിവരിക്കാനൊന്നും ഇല്ല. നമ്മളെ സാധാ കോമ, നമ്മളെന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും വേരിയബിൾ എഴുതിയിട്ട് അതിനിടയിലേക്ക് കോമ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ കോമ ഓപ്പറേറ്റർ. അടുത്ത വരുന്നതെന്ന് വെച്ചാൽ സൈസ് ഓഫ് പോയിന്റർ ആണ്. പോയിന്ററിന്റെ സൈസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേറ്റേഴ്സിൽ ഒന്നാണ് ഈ ആൻഡും അതേപോലുള്ള സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററും. പിന്നെ മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ നമുക്ക് ഇനി ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരുന്നതാണ്. നമ്മൾ ഫങ്ഷൻസ് പഠിക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളും ആ ഓപ്പറേറ്ററിനെ കണ്ട ഒരു ഡോട്ടാണ്, ജസ്റ്റ് ഒരു കുത്ത്. അതാണ് ഈ മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതും നമ്മൾക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്തിയായി പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കി കാര്യങ്ങൾ ഇനി വരുന്നത് ഡേറ്റ ടൈപ്സ് വരാനുണ്ട്. പിന്നെ പറ്റിയ നാളെ തന്നെ നമുക്ക് ഫസ്റ്റ് സി പ്രോഗ്രാം നമുക്ക് എഴുതാം. ഫസ്റ്റ് ഒരു ഹലോ വേൾഡ്, ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാം. അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കണും കൂടെ അമർത്തുക. താങ്ക് യു.